പത്മ ലളിതാ സഹസ്രനാമം സീരീസാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോരോ വാഗ്ദേവതമാരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ 7ാമത്തെ വാഗ്ദേവതയായ സർവേശ്വരി എന്ന ദേവതയാണ് കണ്ടത്. ഇന്ന് 8ാമത്തെ വാഗ്ദേവത, അഷ്ടദേവതമാരിൽ 8ാമത്തെ ദേവത കൗളിനി. കൗളിനി എന്ന ദേവത എന്തിൻ്റെ പ്രതീകമാണ്? എന്താണ് പൊരുൾ? എന്താണ് ശക്തി? ലളിതാ സഹസ്രനാമത്തിൽ അതാണ്. ഈ ദേവത ശക്തി എന്താണെന്ന് വെച്ചാൽ കണക്ട്സ് സ്പീച്ച് വിത്ത് ഡീപ്പർ സ്പിരിച്വൽ ട്രൂത്ത്സ് എന്നാണ്. അതായത് ആഴത്തിലുള്ള ആധ്യാത്മികമായ നമ്മളുടെ വളർച്ചയെ എത്തിക്കുന്ന, അല്ലെങ്കിൽ ആ വളർച്ചയിലേക്ക് എത്തിക്കുന്ന ദേവത കൗളിനിയാണ്. നമ്മൾ ധ്യാനിക്കുമ്പോൾ, അഷ്ടദേവതമാരെ ധ്യാനിക്കുമ്പോൾ ആ വാഗ്ദേവതമാർ ഓരോരോ പ്രതീകവും പൊരുളും ശക്തിയുമാണ്. അതിൽ കൗളിനി എന്ന ദേവത ആഴത്തിലുള്ള നമ്മുടെ സ്പിരിച്വൽ ട്രൂത്തിലേക്ക് നമ്മളെ ആധ്യാത്മികമായി വളർത്തുന്നത് കൗളിനി എന്ന ദേവതയാണ്. അതെങ്ങനെ? മണ്ടേൻ ടു സ്പിരിച്വൽ എന്നാണ്. മണ്ടേൻ എന്ന് വെച്ചാൽ സാധാരണമായ ജീവിതം. നമ്മളെന്നും സാധാരണ പ്രശ്നങ്ങളും സാധാരണമായ ജീവിതവും ജീവിക്കുന്നവരാണ്. ആ സാധാരണ ജീവിതത്തിലൂടെ നമ്മളെ ആധ്യാത്മിക ജീവിതത്തിലേക്ക് എത്തിക്കുക. അതായത് ഫ്രം സർഫസ് ടു ഡെപ്ത്. നമ്മൾ മേലോട്ടമായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കും, അവിടെ നിന്ന് ആഴത്തിലേക്ക് എത്തിക്കുക. അത് കൗളിനി എന്ന ദേവതയാണ് ചെയ്യുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ഭൗതികവും ലൗകികവുമായ ജീവിതത്തിൽ നിന്നും ആധ്യാത്മികമായി മാറ്റുക, അങ്ങനെ മനസ്സിലാക്കാം. അതിനേക്കാൾ സിമ്പിൾ ഇതാണ്, സാധാരണ ജീവിതത്തിൽ നിന്നും നമ്മളെ ആധ്യാത്മിക ജീവിതത്തിലേക്ക് വളർത്തുക. പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മുടെ ഭാവം, എക്സ്പ്രഷൻ. നമ്മുടെ ഭാവത്തിനെ അഹത്തിൽ നിന്നും ആധ്യാത്മിക തലത്തിലേക്ക് വളർത്തുക. അത് നമ്മൾ ഭാവങ്ങളെ, നമുക്ക് അഹമായിട്ട് ഒരുപാട് ഭാവങ്ങളുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ പറയുന്നു, ഞാൻ ഒരു ഗുരുവായി മാറി അല്ലെങ്കിൽ ഭയങ്കര ജ്ഞാനസ്ഥനായി എന്ന് എനിക്കൊരു തോന്നലുണ്ടെങ്കിൽ ആ ഭാവങ്ങളെല്ലാം മാറ്റി അമ്മയിലേക്ക് അഗാധമായ ഭക്തിയിലെത്തിക്കുന്നത് കൗളിനി എന്ന ദേവതയാണ്. അതായത് അഹം എന്ന ഭാവത്തിൽ നിന്നും അമ്മ എന്ന ഭാവത്തിലേക്ക്, അല്ലെങ്കിൽ ഭക്തി എന്ന ഭാവത്തിലേക്ക് എത്തിക്കുന്നത് കൗളിനി എന്ന ദേവതയാണ്. അതായത് സത്യങ്ങളിലേക്ക്, ആഴത്തിലുള്ള സത്യങ്ങളിലേക്ക് നമ്മളെ ശക്തിപ്പെടുത്തി ഉറപ്പിക്കുന്ന ദേവത കൗളിനിയാണ്. അപ്പോൾ അതെങ്ങനെയാണ്? ഓതൻറ്റിസിറ്റി എന്ന് പറയുന്നൊരു വാക്കുണ്ട്. അതായത് സത്യസന്ധത, ആധികാരികത എന്ന് പറയാം. അതായത് സത്യത്തിൻ്റെ തന്നെ സത്യസന്ധത. ആ വഴികൾ, ആ പാലമുണ്ട്. അതായത് സാധാരണ ജീവിതത്തിനും ആധ്യാത്മിക ജീവിതത്തിനും തമ്മിലുള്ളൊരു പാലമുണ്ട്. ആ പാലം കൃത്യമായിട്ട് കടത്തിവിടുന്നത് കൗളിനി എന്ന ദേവത മാത്രമാണ്. എന്നാലേ നമുക്ക് ഈ സാധാരണ ജീവിതത്തിൽ തന്നെ ആധ്യാത്മിക സത്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ അറിയാൻ സാധിക്കുകയുള്ളൂ. വെറുതെ ഇൻഫർമേഷൻ അല്ല, എക്സ്പീരിയൻസ് ആണ്. റിയൽ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ കൗളിനി എന്ന ദേവത അനുഗ്രഹിക്കണം. അപ്പം ഈ അഷ്ടവാഗ്ദേവതമാരിൽ കൗളിനിയുടെ സ്ഥാനം എന്താണ്? നമ്മളെ സാധാരണ ജീവിതത്തിൽ നിന്നും ആധ്യാത്മിക ജീവിതത്തിലേക്ക് മാറ്റുക. മാറ്റുമെന്ന് പറഞ്ഞാൽ അപ്പാടെ മാറ്റാനല്ല, സർഫസിൽ നിന്നും ഡെപ്തിലേക്ക് പോവുക, അത്രയേ ഉള്ളൂ. അതായത് സാധാരണ ജീവിതത്തിൽ തന്നെ നമ്മളെ മനസ്സിലാക്കി തരിക. എന്താണ് അമ്മ, എന്താണ് അമ്മയുടെ ശക്തി, എന്താണ് സഹസ്രനാമം. ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ അതറിയാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മളെ ശക്തിപ്പെടുത്തുന്ന ദേവത കൗളിനി എന്ന ദേവതയാണ്. അപ്പോൾ നമ്മൾ അഷ്ടവാഗ്ദേവതമാരെ പരിചയപ്പെട്ട് കഴിഞ്ഞു. 8 ദേവതമാരെയും കണ്ടിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത വരിയിലേക്ക് കടക്കുകയാണ്. അപ്പം ഇന്ന് നമ്മൾ കണ്ടത് കൗളിനി എന്ന ദേവതയാണ്. എല്ലാവർക്കും നല്ലതായിട്ട്. അമ്മേ ശരണം. പത്മ.